അനുപമ അനില. അതെ. എൻ്റെ പൊന്നു ഷിബു ജോത്സരെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ചേരില്ല എന്ന് മാത്രം പറയുന്നത്. ജപ്തി ഒഴിവാക്കാനായിട്ട് കല്യാണോ? അല്ല, 5 ലക്ഷം സ്ത്രീധനം കിട്ടും, അതാ കവി ഉദ്ദേശിച്ചേ. അതാണല്ലേ. സംഗതി പെൺകുട്ടിക്ക് ചൊവ്വാദോഷം തന്നെയാ. പക്ഷെ ലഗ്നത്തിൽ 7-8 ഭാവത്തിലാണ്. തന്റെ ചൊവ്വയായിട്ട് ചേരില്ല എന്ന് മാത്രമല്ല, കെട്ടിയാ തന്റെ തലയും തെറിക്കും. വേറെ നോക്കുന്നതായിരിക്കും ഉത്തമം. ആ ഫോട്ടോ ഉണ്ടോ? പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എങ്ങനെയുണ്ട? ശരി, ഒന്ന് നോക്കിയേ. ഈ ഫോട്ടോ ജ്യോത്സ്യത്തിനാണോ? ഏയ്, വെറുതെ ഒന്ന് നോക്കാനാ. നല്ല രസമാണ്, കണ്ടോണ്ടിരിക്കാലോ. ദക്ഷിണ പറ്റില്ലായിരിക്കും. പോകണോ മുടക്കിനടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അയാൾക്കൊന്നും അറിയാൻ പാടുന്നത്. വെറുതെ സമയം കളഞ്ഞു. നീ വന്നേ വേറെ വണ്ടി എടുക്കല്ലേ. ഒരു മിനിറ്റ്. കൊച്ചനാ. ആ കൊച്ചാ, അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടേ. ആണാ? വേണ്ടായിരുന്നു. ഞാൻ അല്ലെങ്കിലേ കൊച്ചന് കുറെ പൈസ തരാനുണ്ടല്ലോ. നീ ഇപ്പൊ തന്നെ കാശ് എന്റെ അക്കൗണ്ടിൽ തിരിച്ചയച്ചേ. അത് കൊച്ചന് സങ്കടാവൂലേ? അല്ല, സന്തോഷമുള്ളൂ. എനിക്ക് സന്തോഷമില്ല. നീ കൂടുതൽ വേഷം കെട്ടാണ്ട് ആ കാശ് എടുത്ത് വേഗം ബാഗ് അടയ്ക്കാൻ നോക്കണം. ഓക്കെ. അപ്പൊ ശരി, ഓക്കെ. പെട്ടെന്ന് ബാങ്കിലേക്ക് കിട്ടും. ഇവിടെയൊക്കെ ആകുമ്പോ ബോട്ടും വരും, വഞ്ചിയും വരും. ये पूरा तुम्हारा प्रॉपर्टी है? അല്ലല്ല, ഇത് രണ്ടും മാത്രമേ എൻ്റെ ഉള്ളൂ. रास्ता तो है ना? उधर से इधर तक रास्ता है सब. अच्छा. गाड़ी वो प्रॉपर्टी में വരും. अच्छा, वो प्रॉपर्टी तक गाड़ी आएगा सब. എങ്ങനെയാണ് പരിപാടി? ए कन्नन इधर आ. मुझे ये प्रॉपर्टी तो पसंद आया, लेकिन ये सामने वाला भी जोड़ के देगा तो मैं लूंगा. बोलना. സിബി, ചെമ്മീൻ കെട്ട് ഉള്ളിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഈ പ്രോപ്പർട്ടിയും ചേർത്ത് ഒറ്റ പ്രോപ്പർട്ടി ആക്കിയാലേ കച്ചവടം നടക്കും. സാർ, അവിടം തൊട്ട് അങ്ങോട്ടാണ് എൻ്റെ സ്ഥലം. ये मेरा नहीं है. कोशिश करो भाई, अगर हो गया तो नेक्स्ट डे डील करेंगे. എന്താ പറഞ്ഞേ? ഈ സ്ഥലം കൂടെ കിട്ടിയ അടുത്ത ദിവസം കച്ചവടം നടക്കും. ആ രാജേഷ് തരൂലെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നടത്തണം സിബി, അല്ലാണ്ട് നിന്റെ ഈ വഴിയില്ലാത്ത ചെമ്മീൻ കെട്ടിലെ കാര്യങ്ങൾ സ്ഥലം മേടിക്കാൻ പറ്റുന്ന നിനക്ക് തോന്നണ്ട. സാർ ടീക്ക് ഹോ ജായേഗ. ओके भाई. ശരി സാറേ. ഇതുപോലൊരു പാർട്ടി നിനക്ക് കിട്ടത്തില്ല സിബി. എങ്ങനെയെങ്കിലും ആ ചെറുക്കടയിൽ സ്ഥലം എഴുതി മേടിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് വിളിക്കട്ടാ. ശരി. രാജേഷേ, ആ എന്തൊക്കെയുണ്ട് മോനെ? ഉള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കേട്ടത്. ഇത് വയറിളകിന്നോ ലൈസൻസ് പോയെന്നോ എന്താണ്? ചേട്ടനിപ്പോ എന്താ വേണ്ടേ? അത് നിനക്കറിയാല. നടപടിയാവില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞാണ്. എന്റെ രാജേഷേ, ബാങ്കിലെ കടം, ഡെയിലി പലിശക്കാരുടെ പിരിവ്, പിന്നെ കച്ചവടമില്ല, മൊത്തത്തിൽ വള്ളിക്കെട്ടാണ്. നിനക്ക് ഇതിന്നൊക്കെ ഒരു മോചനം വേണ്ടേ മോനെ? വേണ്ട. ഒത്തില്ല. രാജേഷേ, എന്താണ് ഒരു പ്ലാനിതാ? ബോർമ പോണേ പോട്ടാ. 10 രൂപയുടെ പൊറോട്ട ഒരു ചൂണ്ടയായിട്ട് നീ ഇങ്ങോട്ട് വാ. ഇവിടെ സ്വർഗാടാ. ട്രേഡ് ഇല്ല, ഇൻസ്പെക്ഷൻ ഇല്ല. നിനക്ക് ഇഷ്ടമുള്ളപ്പോ പണിയെടുത്താ മതി. ആരും ചോദിക്കാനും പറ്റില്ല. ഒന്ന് പോ അവിടുന്ന്. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അയാളുടെ ഒരു ചൂണ്ട മാർക്കറ്റിംഗ്. വേണ്ട, എനിക്കെന്താണ്? എടാ, പെങ്കൊച്ച് പരാതി പിൻവലിച്ചു. നിന്റെ ലൈസൻസിന്റെ ഹസ്ബൻഡിനെ മാറ്റിയിട്ടുണ്ട്. എങ്ങനെ? അതറിയാമല്ലോ, കുറച്ചു മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് പറഞ്ഞതാ. നിന്നെ വിളിച്ചു പറയാം എന്റെ മൊബൈലിൽ ബാലൻസ് ഇല്ലായിരുന്നു. പവിത്ര, നീ ഇന്ന് വനക്ക് പോയായിരുന്നാ? എടാ, ഒരു 5 ചെമ്മീൻ തടാ, ചൂണ്ടിടാനാ. നോക്കിയിരിക്കാതെ കട തുറക്കണ. ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വെച്ച് തീർക്കണ്ട. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങണം. ഇതൊക്കെ ചൂടൊപ്പം മുറ വെക്കും. നീ വന്ന് നന്നായി. സ്റ്റോക്കൊക്കെ തീർന്നു കാണുമല്ലേ? റിട്ടേണോ? ഇതെന്താണ്? ഒന്നും പോയില്ല, കൊണ്ടുവച്ച പോലെ തന്നെ ഉണ്ടല്ലോ. നിന്റെ ബോർമ റെഡി ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ആരും ഒന്നും മേടിക്കുന്നില്ല. നീ എല്ലാവർക്കും പേടിയ വയറ് കേടാവുന്നു. കാശ് കൊടുത്ത ആരെങ്കിലും വയറ് കേടാക്കാൻ തയ്യാറാവൂ? ചേട്ടാ, അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഫുഡിന്റെ റിസൾട്ടും വന്നതിന് യാതൊരു കുഴപ്പമില്ല.
പിന്നെ പരാതി കൊടുത്തവര് പിൻവലിക്കുകയും ചെയ്തു. ആണോ? ആ. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്. അത് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ മേടിച്ചു നിൽക്കും. ഞാനും പ്രസ് ചെയ്യാന്നേ. അപ്പൊ ഇത് കൊണ്ടുപോകണമല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് കൂടി ചിലവാവില്ല നീ വാരാഴ്ചൊന്നും ഇപ്പം മാത്രമേ ഉള്ള കച്ചവടക്കാരനോട് ഇവൻ എന്ന് വന്നാലും കുറ്റം അവനെ ഇവിടെ ഇരുന്ന് മുടിഞ്ഞുള്ളൂ. ചീത്തപ്പേരായ സ്ഥിതിക്ക് പ്രൊഡക്റ്റിന്റെ പേര് മാറ്റി. ഇനിയിപ്പോ കച്ചവടം കിട്ടാൻ അതേ ഒരു നിവർത്തിയുള്ളൂ. ആ തമ്പി കുളമാക്കിയുടെ കാശേ ആ മാർക്കറ്റ് പിടിച്ചിട്ട് പൊട്ടിച്ചാലാ. അവനെയൊക്കെ തട്ടാ മതി. ഇവിടെ കേട്ടോ വീഡിയോ അല്ല എന്ത് കുത്തിരിപ്പുണ്ടാക്കില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. മനസ്സിലായോ? വേദന എടുത്തോ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വീഡിയോ പിടിച്ചേ. ലാസ്റ്റ് നീ തന്നെ എന്നെ തല്ലി. ഞാൻ തല്ലില്ലായിരുന്നെങ്കിലേ അവന്മാരടിച്ച് പഞ്ഞി കിട്ടാനെ. എന്റെ കൈക്ക് നല്ല പവറായി. ഇതിനുമ്പോ അവന്മാരുടെ 2 തല്ലുകൊള്ളുന്നായിരുന്നു. സാരമില്ല, 100 രൂപ തരാം. പോയി 1 ലിറ്റർ അടിച്ചു. പാ പൊന്നെ പാ. ചേച്ചി ആ മിച്ചർ കൂടെ കളഞ്ഞത്. എടാ രാജേഷ്, ഇത് കളയണ? ഇതിരുന്നോളും. ഇരുന്നിട്ട് ഇപ്പൊ എപ്പോ വയ്ക്കാനാണ്? ഇനി പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ ലൈസൻസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഒരു സമയം എടുക്കും. ഇതാകുമ്പോൾ ഇവന്റെ പന്നി എങ്ങനെ നിന്നോളൂ. എന്നാലും ഇത് കളയണ്ട. കളയ ചേച്ചി. ഓടിയാന്നോ അവളൊരു മദ്യവിനോദം. പരാതിക്കാർ വന്നേക്കണം. എന്താണ് വയറിളക്കാനുള്ള ഉണ്ണിയപ്പം വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, ക്ഷമിക്കണം. ചേട്ടാ ക്ഷമിക്കണോന്ന്. ഒരാളുടെ കഞ്ഞിൽ മണ്ണ് വരച്ചിട്ട് ക്ഷമിക്കണോന്ന്. നല്ല കാമഡി. ഞാൻ പോണ്ട. ഓരോരോ വാണങ്ങളെ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. മിസ്റ്റേക്ക് എടീ, ഒരാളുടെ അന്നം മുടക്കാൻ സുഖ, അത് കൊടുക്കാനാ പാട്. ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് പോയി തരുമോ? പോ. ആ കൊച്ചിന് മാന്യത ഉള്ളോണ്ടാ അതിവിടെ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് പോയത്. അതിനാ കൊച്ചിനെ ഇങ്ങനെ അപമാനിച്ചു വിട്ട് ഒട്ടും ശരിയായില്ല കേട്ടാ. ചേച്ചി എന്റെ സൈഡാണ് അവളുടെ സൈഡാണോ? ഞാൻ ന്യായത്തിന്റെ സൈഡാ. എന്തൊരു ഉടായിപ്പുണ്ടല്ലോ. നിന്നെ ഞാനേ ശരിയാക്കി തരാട്ടാ. രാജേഷിനെ കാലത്തോട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടാ. ഇതെവിടെ പോയിക്കണേന് അനന്താ എന്താ ആര് പലിശക്ക് കാശ് മേടിച്ച അന്തസ്സായിട്ട് തിരിച്ചു കൊടുക്കണപ്പാ. ആ നിനക്കും ബാധകമാണത്. ഞാൻ നാളെ തരുമല്ല. ഏത് നാളെ? എല്ലാ ദിവസവും നാളെ ഉണ്ടല്ലോ. ഇതെവിടെ എന്റെ പൈസ? നാളെ തരാ. ഇതിപ്പോ ഒരാഴ്ചയായിട്ട് നാളെ എന്നല്ലേ നീ പറയണത്? ഞാനിതാ ഇങ്ങോട്ട് താമസം മാറണോ? വേണ്ട, നാളെ ഉറപ്പായിട്ട് തരും. ഓടരുത്, ഓടാൻ വയ്യ.